വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾ കണ്ടു. അതായത് വൈൽ ലൂപ്പിനും ഡു വൈൽ ലൂപ്പിനും എക്സാമ്പിൾസ് ആണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വേറൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ ലൂപ്പും ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈൽ ലൂപ്പ് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്, വെറാസ് ഡു വൈൽ ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പ് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് ലൂപ്പിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അതിന് കണ്ടീഷൻ ചെക്ക് ചെയ്ത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ലൂപ്പിനുള്ളിലോട്ട് കയറുകയുള്ളൂ, അല്ലെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കും. അപ്പോൾ ഇതാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോർ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന് എക്സാമ്പിളും നോക്കാം. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പിൻ്റെ ജനറൽ സിൻടാക്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ വേണം, ദെൻ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണം, ദെൻ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ വേണം. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ വൈൽ ലൂപ്പിൻ്റെ കേസിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ഒരുമിച്ച് ഒരൊറ്റ ലൈനിൽ എഴുതുന്നതാണ് ഫോർ ലൂപ്പ് ചെയ്യുക. അതായത് വൈൽ ലൂപ്പിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് കുറച്ചും കൂടിയും സിമ്പിളാണ്. നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളും ഒരൊറ്റ ലൈനിനകത്ത് തന്നെ എഴുതാൻ പറ്റും. അതായത് ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ ചെക്കിങ്, ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും, അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഈ ലൂപ്പിനുള്ളിലോട്ട് കടക്കുകയുള്ളൂ. ഇനി സപ്പോസ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ലൂപ്പിനുള്ളിലുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്യും, ദെൻ കൺട്രോൾ നേരെ ഇങ്ങോട്ടാണ് വരിക. ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരും, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇതിനുള്ളിലോട്ട് കടക്കും, എഗെയിൻ കൺട്രോൾ ഇങ്ങോട്ട് വരും, ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ ചെയ്യും, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ദെൻ ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഒരു ചെറിയൊരു സാമ്പിൾ കോഡ് സ്നിപ്പറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പ്രോഗ്രാം ചെയ്യുക 1 മുതൽ 9 വരെയുള്ള വാല്യൂസ് പ്രിൻ്റ് ചെയ്യാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ i equal to 1 to i less than 10 വരെയാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇനീഷ്യലൈസേഷൻ ഐൻ്റെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്യും, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഐൻ്റെ വാല്യൂ 10 എത്തിയോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഐൻ്റെ വാല്യൂ ഇനീഷ്യലി 1 ആണ്. സോ 1 ലെസ് ദാൻ 10 അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഐൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഐയിൽ ഇനീഷ്യലി 1 ആണുള്ളത്, 1 പ്രിൻ്റ് ചെയ്യും. പിന്നെ കൺട്രോൾ നേരെ ഇങ്ങോട്ടാണ് വരിക. ഇവിടെ ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഐ ഇനീഷ്യലി 1 ആയിരുന്നു, ഐൻ്റെ വാല്യൂ 2 ആകും. ദെൻ 2 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ 10 ആണ്, അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എഗെയിൻ പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് 2 എന്നുള്ള ഒരു വാല്യൂ പ്രിൻ്റ് ചെയ്യും. ദെൻ കൺട്രോൾ ഇങ്ങോട്ട് വരും, ഐൻ്റെ വാല്യൂ 3 ആകും. 3 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. എഗെയിൻ അതും ട്രൂ ആണ്, എഗെയിൻ 3 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യും. ദെൻ ഐൻ്റെ വാല്യൂ 4 ആകും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതുവരെ പോകും? ഐൻ്റെ വാല്യൂ 10 എത്തിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഫാൾസ് ആകും. 10 ലെസ് ദാൻ 10 എന്നുള്ളത് കണ്ടീഷൻ ഫാൾസ് ആണ്. സോ കൺട്രോൾ നേരെ അവിടുന്ന് എക്സിറ്റ് ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ലൂപ്പിന് താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ 3 ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ദി സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ്. നമ്മൾ ഓൾറെഡി വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ ചെയ്തു, സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ്. സെയിം പ്രോഗ്രാം ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദി ഫാക്ടോറിയൽ ഓഫ് എ ഗിവൺ നമ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാനുള്ള ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടും വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്ലസ് സിമ്പിൾ വെറുതെ പ്രിൻ്റ് ചെയ്യാണ്, 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് ഇന്നർ ലൂപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി വൈൽ ലൂപ്പും യൂസ് ചെയ്തിട്ട് ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ സെയിം പ്രോഗ്രാം ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുക. അതിൻ്റെ വാല്യൂ 1 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം. ദെൻ സം എന്നുള്ളൊരു വേരിയബിൾ വേണ്ടി വരും.
അത് 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം. ദെൻ ഒരു നമ്പർ യൂസർ അടുത്ത് നിന്ന് റീഡ് ചെയ്യേണ്ടി വരും. അപ്പം നം എന്നുള്ളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഇനി യൂസറോട് ആ നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കാം. സോ പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ. ഏത് നമ്പർ വരെയുള്ള സമ്മാണോ കാണേണ്ടത് ആ നമ്പർ യൂസറോട് നിന്ന് റീഡ് ചെയ്യുക. സോ സ്കാൻ ഓഫ് %d, ആമ്പർസാൻഡ് നം. അത് നം എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്തു. ഇനി നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് സമ്മ് കാണണം. അപ്പോൾ ഇവിടെ ഇനീഷ്യലൈസേഷൻ നമ്മൾ വൈൽ ലൂപ്പിൻ്റെ കേസിലാണെങ്കിൽ ഇനീഷ്യലൈസേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കാറുണ്ട്. ഫോർ ലൂപ്പിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ ഇനീഷ്യലൈസേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഫോർ ലൂപ്പിനുള്ളിൽ തന്നെ ഇനീഷ്യലൈസ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. സോ നമ്മൾ ഫോർ എഴുതുമ്പോൾ പാരാന്തീസിസ് ഇടുക. അതിനുള്ളിലാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എഴുതുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റും എൻഡ് ചെയ്യുന്നത് സെമിക്കോളം വെച്ചിട്ടായിരിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന സി പ്രോഗ്രാമിനകത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റും എൻഡ് ചെയ്യുന്നത് ഒരു സെമിക്കോളം വെച്ചിട്ടായിരിക്കണം. സോ ഫോർ i = 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. iൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം വരെ പോകണം. ദെൻ i++. ഇതിനുള്ളിലാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിന്റ് ചെയ്യേണ്ടത്. സോ പ്രിന്റ് ഓഫ് അല്ല, നമുക്ക് സം ആണ് കാണേണ്ടത്. സോ സം = സം പ്ലസ് i. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ എഴുതുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതാം. സം പ്ലസ് ഈക്വൽ ടു ഐ എന്ന് എഴുതിയാലും ഇറ്റ് ഈസ് ഈക്വൽ ടു സം ഈക്വൽ ടു സം പ്ലസ് ഐ. അപ്പോൾ ഈ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആ സമ്മ് പ്രിന്റ് ചെയ്യുക. സോ പ്രിന്റ് ഓഫ് %d, സമ്മ്. ഇതാണ് പ്രോഗ്രാം. ഇത് റൺ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. എൻ്റർ ദ നമ്പർ 10 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 55 ആയിരിക്കണം. കറക്റ്റ് റിസൾട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോർ ലൂപ്പിനുള്ളിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. സോ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഇടാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ടാബ് സ്പേസ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യന് എന്തായിരുന്നു? ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാൻ. അതായത് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 5 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 5ൻ്റെ ഫാക്ടോറിയലായ 120 പ്രിന്റ് ചെയ്യണം. പിന്നെ എനിക്കറിയാം 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഫാക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 × 2 × 3 × 4 × 5 ആണ്. ഇതാണ് 5ൻ്റെ ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 120 ആണ്. അതേപോലെ 4ൻ്റെ ഫാക്ടോറിയൽ 24 ആണ്. 1 × 2 × 3 × 4. അപ്പോൾ ഈ ഒരു റിസൾട്ടാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും ഇതുപോലെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അത് നമുക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യാം. നമുക്കിവിടെ ഒരു i എന്നുള്ള വേരിയബിൾ വേണ്ടി വരും. ഫാക്ടോറിയൽ സ്റ്റോർ ചെയ്യാൻ ഫാക്ട് എന്നുള്ളൊരു വേരിയബിൾ, അത് നമുക്ക് തൽക്കാലം 1 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ് വരാൻ പോകുന്നത്. സോ അത് 1 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം. ദെൻ ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയൽ ആണോ കാണേണ്ടത് ആ നമ്പർ കീബോർഡിൽ നിന്ന് യൂസറോട് നിന്ന് ഫസ്റ്റ് റീഡ് ചെയ്യണം. അപ്പോൾ യൂസറോട് പറയാം നമ്പർ ഇൻപുട്ട് ചെയ്യാൻ ചോദിക്കാം. എൻ്റർ ദ നമ്പർ റീഡ് ചെയ്യണം. സ്കാൻ ഓഫ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം. സ്കാൻ ഓഫ് %d, ആമ്പർസാൻഡ് നമ്പർ റീഡ് ചെയ്തു. ഇനി ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ഫാക്ടോറിയൽ കാണണം. സോ ഫോർ i = 1 മുതൽ മൾട്ടിപ്ലിക്കേഷൻ വേണം. സോ i = 1, i ലെസ് ദാൻ ആ നമ്പർ വരെ പോകണം. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കേണ്ടി വരും. കാരണം 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 വരെ പോകുന്നുണ്ട്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കേണ്ടി വരും. ദെൻ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓരോ പ്രാവശ്യവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 × 3 × അങ്ങനെ ഓരോ നമ്പർ വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഫാക്ടോറിയൽ കാണാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. സോ ഫാക്ട് = നമുക്ക് ഫാക്ടോറിയൽ സ്റ്റോർ ചെയ്യേണ്ടത് ഫാക്ട് എന്നുള്ള വേരിയബിളിനകത്താണ്. ഫാക്ട് = ഫാക്ടിനകത്ത് ഓൾറെഡി 1 ഉണ്ട്. സോ ഫാക്ട് × i. ഈ ഒരു കേസ് നോക്കി, ഇവിടെ ഇനീഷ്യലി ഫാക്ടിനകത്ത് 1 ആണ്. സോ 1 × 1, ഐയിലും 1 ആണ്. സോ 1 × 1, ആ 1 × 1 എന്നുള്ളത് ഫാക്ടിൽ സ്റ്റോർ ചെയ്യും. അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ ഐൻ്റെ വാല്യൂ 2 ആകും.
ടു ലെസ് ദാൻ നമ്പർ ഇൻപുട്ട് ചെയ്ത നമ്പർ എത്തിയൊന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ 5 ആണ് നമ്പറായിട്ട് എൻ്റർ ചെയ്തെങ്കിൽ 2 ലെസ് ദാൻ 5 ആണ്. സോ അങ്ങനത്തെ കേസിൽ ലൂപ്പിനുള്ളിലോട്ട് കയറും. സോ ഫാക്റ്റ് ഈക്വൽ ടു നേരത്തെ ഫാക്റ്റിനകത്ത് തൊട്ടുമുമ്പത്തെ സ്റ്റെപ്പിനകത്ത് നമ്മൾ 1 ഇൻറ്റു 1 ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ആ ഫാക്റ്റിനകത്ത് 1 എന്നുള്ള വാല്യൂ ഉണ്ട്. സോ 1 ഇൻറ്റു ഇപ്പോൾ ഐൻ്റെ വാല്യൂ 2 ആണ്. സോ 1 ഇൻറ്റു 2 കാൽക്കുലേറ്റ് ചെയ്യും. ആ 2 ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യും. അടുത്ത ഇറ്ററേഷനിൽ വരുമ്പോൾ ഐൻ്റെ വാല്യൂ 3 ആകും. ഫാക്റ്റിനകത്ത് 2 ഉണ്ട്. സോ 2 ഇൻറ്റു 3 കാണും, 6 ആകും. അഗെയിൻ ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ ഫാക്റ്റ് എന്നുള്ള വേരിയബിളിനകത്ത് കറസ്പോണ്ടിങ് ഫാക്ടോറിയൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാം. ദ ഫാക്ടോറിയൽ ഈസ് %d, ഫാക്ട്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ 5 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 120 ആണ് റിസൾട്ട് കിട്ടേണ്ടത്. ദ ഫാക്ടോറിയൽ ഈസ് 120. ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. 4ൻ്റെ ഫാക്ടോറിയൽ 24 ആണ്. സോ കറക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യാനാണ്. പ്ലസ് വെച്ചിട്ടൊരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യാനാണ്. ഇവിടെ നിങ്ങൾ 2 ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു പാറ്റേൺ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ലൂപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ജസ്റ്റ് പ്രോഗ്രാം ഒന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യാൻ 2 കൺട്രോൾ വേരിയബിൾ യൂസ് ചെയ്യേണ്ടി വരും. സോ ഐയും ജെയും യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ നമുക്ക് എത്ര ലൈന് പാറ്റേൺ പ്രിൻ്റ് ചെയ്യണം എന്നുള്ളത് ചോദിക്കാം യൂസറോട് നിന്ന്. അപ്പോൾ 5 ലൈന് പാറ്റേൺ ആണെങ്കിൽ നിങ്ങൾക്ക് ആ 5 എന്നുള്ള വാല്യൂ റീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് n എന്നുള്ളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഇനി യൂസറോട് n-ൻ്റെ വാല്യൂ റീഡ് ചെയ്യാൻ ചോദിക്കാം. എത്ര ലൈൻ വരെ പാറ്റേൺ പ്രിൻ്റ് ചെയ്യണം എന്നുള്ളത്. സോ എൻ്റർ ദ നമ്പർ ഓഫ് ലൈൻസ് ടു ബി പ്രിൻ്റഡ്. ഇത് യൂസറോട് നിന്ന് റീഡ് ചെയ്ത് ചോദിക്കുക. ഇത് സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുക. സ്കാൻഎഫ് %d, n. ഇനി നമ്മൾ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പാറ്റേൺ പ്രിൻ്റ് ചെയ്യണം. സോ ഫോർ i ഈക്വൽ ടു 1 മുതൽ ഐൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് ലൈൻസ് ദെൻ i++. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിനുള്ളിൽ ഒരു ലൂപ്പും കൂടി എഴുതാം. എന്തിനാണെന്നുള്ളത് നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ഇതിനകത്ത് കൺട്രോൾ വേരിയബിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് j ആണ്. അവിടെ jയുടെ വാല്യൂ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. 1 മുതൽ i വരെ പോകാം. j ലെസ് ദാൻ ഓർ ഈക്വൽ ടു i വരെ പോകാം. ദെൻ ഇവിടെ j++ ചെയ്യുക. ഇതിനുള്ളിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഇടണം നിർബന്ധമൊന്നുമില്ല. ഇത്ര ഞാൻ ബ്രാക്കറ്റ് ഇടാം, ഞാൻ കൺഫ്യൂഷൻ ഒഴിവാകാനും വേണ്ടിയിട്ട്. സോ printf നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് പ്ലസ് എന്നുള്ള സിമ്പലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. പ്ലസ് എന്നുള്ള സിമ്പൽ. ആ പ്ലസ് എന്നുള്ള സിമ്പൽ പ്രിൻ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടാബ് സ്പേസ് കൊടുക്കുക. ടാബ് സ്പേസ് കൊടുക്കാൻ /t ആണ് യൂസ് ചെയ്യുക. ഒരു സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ആ പാറ്റേൺ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു പ്ലസ് പ്രിൻ്റ് ചെയ്തു, പിന്നെ സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത പ്ലസ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ /t കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്ത് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യാം. സോ printf ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യാം, പുതിയൊരു ന്യൂ ലൈനിലോട്ട് ജമ്പ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ നമ്പർ ഓഫ് ലൈൻസ് ടു ബി പ്രിൻ്റഡ്. നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ആംപർസാൻഡ് n കൊടുത്തിട്ടില്ല. മെമ്മറിയിലോട്ട് റീഡ് ചെയ്യണം. ഒന്നും കൂടി റൺ ചെയ്യാം. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ നമ്പർ ഓഫ് ലൈൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5 ലൈൻസ് ആണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. 5 ലൈൻസ്. സപ്പോസ് നിങ്ങൾ 10 ആണ് കൊടുത്തതെങ്കിൽ 10 ലൈൻസ് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മോഡൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇവിടെ യൂസറുടെ നിന്ന് വാല്യൂ റീഡ് ചെയ്യും. ഔട്ടർ ലൂപ്പ് ഇതാണ് ഔട്ടർ ലൂപ്പ്, ഇത് ഇന്നർ ലൂപ്പാണ്. ഔട്ടർ ലൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക നമ്പർ ഓഫ് ലൈൻസ് ടു ബി പ്രിൻ്റഡ് ആണ്. നമ്പർ ഓഫ് ലൈൻസ് ടു ബി പ്രിൻ്റഡ്. അപ്പോൾ ഇവിടെ ഔട്ടർ ലൂപ്പിൽ n ടൈംസ് ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. n ടൈംസ് ഈ ലൂപ്പ് വർക്ക് ചെയ്യണം. അതായത് 10 ടൈംസ്. ഇവിടെ 10 ആണ് കൊടുത്തെങ്കിൽ 10 ടൈംസ് ഇത് പ്രിൻ്റ് ചെയ്യണം. ഇനി ഓരോ വർക്കിങ്ങിലും ഓരോ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോഴും എന്താണ്
ഐ ടൈംസ് ആണ് പ്രിൻ്റ് ചെയ്യുന്നത് അല്ലേ, 1 മുതൽ ഐ ടൈംസ്. അതായത് ഫസ്റ്റ് ഐൻ്റെ വാല്യൂ 1 ആണ്, സോ ഒരു പ്ലസ് പ്രിൻ്റ് ചെയ്യുന്നുള്ളൂ. അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ ഐൻ്റെ വാല്യൂ 2 ആകും, അപ്പോൾ 2 ടൈംസ് ഇത് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു മെട്രിക്സ് ഫോർമാറ്റ് ആണ്. അപ്പം നമ്പർ ഓഫ് റോസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഔട്ടർ ലൂപ്പാണ്, നമ്പർ ഓഫ് കോളംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്നർ ലൂപ്പാണ്. നമുക്ക് ഇന്നർ ലൂപ്പ് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ജെയുടെ വാല്യൂ 1 ആക്കും, ദെൻ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണോ നോക്കും, ജെ പ്ലസ് പ്ലസ് നോക്കും. അപ്പോൾ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണെങ്കിൽ ഒരു പ്ലസ് ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഫസ്റ്റ് കേസിൽ ഐൻ്റെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂവും 1 ആണ്. സോ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലസ് പ്രിൻ്റ് ചെയ്യും, അതായത് ഈ ഫസ്റ്റ് പ്ലസ് പ്രിൻ്റ് ചെയ്യും. ദെൻ ഒരു സ്പേസ് പ്രിൻ്റ് ചെയ്യും. തൽക്കാലം നമുക്ക് ഇവിടെ സ്പേസിൻ്റെ ആവശ്യമില്ല. ദെൻ നേരെ കൺട്രോൾ ഇങ്ങോട്ട് വരും, ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ജെയുടെ വാല്യൂ 1ൽ നിന്ന് 2 ആകും. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഐൻ്റെ വാല്യൂ ഇപ്പോഴും 1ൽ തന്നെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് പോയിട്ടില്ല കൺട്രോൾ. അപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആയി. കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ലൂപ്പിൽ നിന്നാണ് എക്സിറ്റ് ആവുക. ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് കാണുന്നത് ഒരു /n ആണ്, ന്യൂ ലൈൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, കൺട്രോൾ ഈ ലൈനിലോട്ട് വരും. ഈ ലൈനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ഇവിടെ എത്തി കഴിഞ്ഞാൽ കൺട്രോൾ പിന്നെ നേരെ ഇങ്ങോട്ടാണ് വരിക. ഐൻ്റെ വാല്യൂ 1ൽ നിന്ന് 2 ആകും. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജെയുടെ വാല്യൂ 1 ആക്കും. വീണ്ടും ഈ ലൂപ്പ് ഇവിടെ കിടന്ന് കളിക്കും. ജെയുടെ വാല്യൂ 1 ആകും. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു പ്ലസ് പ്രിൻ്റ് ചെയ്യും, ഈ ഫസ്റ്റ് പ്ലസ് പ്രിൻ്റ് ചെയ്യും. അഗെയിൻ ജെയുടെ വാല്യൂ 2 ആകും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതും ട്രൂ ആണ്. സോ സെക്കൻഡ് പ്ലസ് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ വീണ്ടും ഇങ്ങോട്ട് വരും, ഇവിടെ കിടന്ന് 3 പ്രാവശ്യം കളിക്കും. ദെൻ ഇങ്ങോട്ട് വരും, ഐയുടെ വാല്യൂ 4 ആകും, ഇവിടെ 4 പ്രാവശ്യം കിടന്ന് പ്രിൻ്റ് ചെയ്യും. ദെൻ ഐയുടെ വാല്യൂ 5 ആകും, ഇവിടെ 5 പ്രാവശ്യം കിടന്ന് പ്രിൻ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇന്നർ ലൂപ്പും ഔട്ടർ ലൂപ്പും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്രയാണോ നമ്പർ ഓഫ് ലൈൻസ് കൊടുക്കുന്നത് അത്രയും ടൈംസ് ഈ ലൂപ്പ് ഇന്നർ ലൂപ്പും ഔട്ടർ ലൂപ്പുമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യും. അങ്ങനെ ഏത് പാറ്റേൺ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.